ആദ്യമായി ചില്ലയുടെ ഈ ദീർഘമായ മുടങ്ങാത്ത ഈ സാഹിത്യ പ്രവർത്തനത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 11 വർഷം എനിക്ക് കൂടി ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഷിഹാബ് ഖാൻ അത് ഉദ്ഘാടനം ചെയ്തു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പ്രവാസത്തിലിരുന്നു കൊണ്ടും നിങ്ങളുടെ സർഗാത്മക ജീവിതത്തിന് നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നു. കാര്യം നമ്മൾ എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനകത്തായാലും എത്ര ഭീകരാവസ്ഥയിലായാലും നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന സർഗാത്മകതയുള്ള ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ നിൽക്കുന്ന ഭൂപ്രദേശം ഒരു വലിയ യുദ്ധത്തിൻ്റെ സാധ്യതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരിടത്താണ്. ഒരു ഭീകരമായൊരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ടെൻഷൻ ഒരുപക്ഷെ അവിടെ ഉള്ളവർക്ക്, ഇവിടെ ഇരിക്കുന്നവർക്കും അതേപോലെ ടെൻഷനുള്ള ഒരു സമയമാണ്. അത് കൂടുതൽ എസ്കലേറ്റ് ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം, നമുക്കങ്ങനെ വിചാരിക്കാം. അങ്ങനെ നമ്മുടെ ഈ ഭൂഖണ്ഡം വലിയ കലുഷിതമാകാതെ ഇത് സമാധാനത്തിൽ അവസാനിക്കണേ എന്നാഗ്രഹിക്കുന്നു. ഈ യുദ്ധത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു വരാം. ഇത് യുദ്ധം നമ്മുടെ ആകുലതകളാണ്. നമുക്ക് മനുഷ്യ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്കെല്ലാം അറിയാം, യുദ്ധമാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. സമാധാനത്തിൻ്റെ കാലം വളരെ കുറവും. രണ്ട് യുദ്ധങ്ങൾക്കിടയിലാണ് ഒരു സമാധാന കാലം നിലനിൽക്കുന്നത് എന്നാണ് മനുഷ്യന്റെ ചരിത്രം എമ്പാടും പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. യുദ്ധം അതുപോലെ ശീലമാക്കിയ ഒരു ജീവിയാണ്. നമ്മൾ വെറും അതിജീവനത്തിന് വേണ്ടി മാത്രമല്ല മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത്, അത് അധികാരത്തിനും അധിനിവേശത്തിനും കൂടി വേണ്ടിയാണ്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു തരം പ്രത്യേകതയാണ് മനുഷ്യനുള്ളത്. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് സ്റ്റോറികൾക്കുള്ളിലാണ്, കഥകൾക്കുള്ളിലാണ്. അത് വെറും ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാൻ എന്നൊക്കെ പറയുന്നത് ഒരു ഭൂമിശാസ്ത്രപരമായ ബൗണ്ടറി അല്ല, അതൊരു സ്റ്റോറിക്കകത്ത് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിക്ക് വേണ്ടിയാണ് മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത്. ഇത് ഹരാരിയെ പോലെയുള്ളവർ നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴും ഈ യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, ഇടയ്ക്ക് എത്തിപ്പൂരം സമാധാനത്തിൽ മനുഷ്യൻ ജീവിക്കുന്നു, യുദ്ധത്തിലും മനുഷ്യർ ജീവിക്കുന്നു. യുദ്ധം നടക്കുമ്പോൾ പോലും മനുഷ്യൻ അവൻ്റെ നിത്യമായ വ്യവഹാരങ്ങളൊന്നും, അവൻ്റെ വൈകാരിക ജീവിതങ്ങളൊന്നും മാറ്റിവെക്കുന്നില്ല. ഈ പാലസ്തീനിൽ, ഗാസയിൽ ഇങ്ങനെ ബോംബ് വന്നു വീഴുമ്പോൾ, എയർ റൈഡ്സ് ഉണ്ടാകുമ്പോൾ തന്നെ മനുഷ്യർ അവിടെ പ്രണയിക്കുകയും മനുഷ്യർ ഇണചേരുകയും അവർ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, തമാശ പറയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ഈ യുദ്ധങ്ങൾക്കിടയിലും മുമ്പോട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യുദ്ധത്തിനെതിരെയുള്ള എനിക്ക് ഉള്ള പ്രതീക്ഷയും. കാര്യം മനുഷ്യൻ മുമ്പോട്ട് നോക്കി മുമ്പോട്ട് വേഗത്തിൽ ഓടാൻ ശീലിച്ച ഒരു ജീവിയാണ്. അതാണ് മനുഷ്യൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഒരുപക്ഷെ മനുഷ്യൻ ഒന്നുകൂടി പരിണമിച്ച് കുറെ കൂടി സാംസ്കാരിക വൈകാരിക പരിണാമം വരുമ്പോൾ യുദ്ധത്തെയും ഈ ട്രംപിനെ പോലുള്ള മനുഷ്യരെയും അതിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് പുതിയൊരു മനുഷ്യവർഗമായി കുറെ കൂടി സമാധാനമുള്ള ഒരു ജീവിയായി മാറും എന്ന് ഒരു പ്രതീക്ഷ ഈ മുമ്പോട്ട് നടത്തയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. യുദ്ധം ഉണ്ടായതുപോലെ തന്നെ, യുദ്ധം സൃഷ്ടിച്ച വലിയ ഏകാധിപതികളും ഈ യുദ്ധക്കൊതിയന്മാരും ഉണ്ടായതുപോലെ തന്നെ യുദ്ധാധിഷ്ഠിതമായി സാഹിത്യവും യുദ്ധത്തെ അധിഷ്ഠിതമാക്കി മഹത്തായ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ലോക സാഹിത്യ ചരിത്രത്തിലെ കൃതികളൊക്കെ യുദ്ധവും സമാധാനവും ഉൾപ്പെടെ ഉള്ള വാർ ആൻഡ് പീസ് ഉൾപ്പെടെയുള്ള ധാരാളം കൃതികൾ യുദ്ധത്തെ പരാമർശിച്ചു പോകുന്നുണ്ടെങ്കിൽ യുദ്ധം പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയ കൃതികളുണ്ട്. നമുക്ക് മലയാളികളെ കുറിച്ച് പൊതുവെ പറയുന്നത്, മലയാളികൾക്ക് നേരിട്ടൊരു യുദ്ധത്തിൽ ഇടപെട്ട് ശീലമില്ല, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കെടുതികൾ നേരിട്ട് അനുഭവിച്ച ഒരു ജനത അല്ല എന്ന് നമ്മൾ മലയാളികളെ പൊതുവിൽ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ യുദ്ധത്തിന്റെ ഒരു സെക്കൻഡറി ലെവലിലുള്ള, ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അതൊരു യുദ്ധത്തിന്റെ സെക്കൻഡറി അനുഭവമാണ്. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ കേരളത്തിലിരുന്ന് നിങ്ങളെ ഓർക്കുന്നവർ, നിങ്ങളെ ബന്ധുക്കളായിരിക്കുന്നവർ, നിങ്ങളുടെ സുഹൃത്തുക്കളായി ഇരിക്കുന്നവർ, ഇവരുടേതും യുദ്ധത്തിന്റെ സമാനമായ അനുഭവമാണ്. അതുകൊണ്ട് മലയാളി യുദ്ധത്തെ നേരിട്ട് പോയി ഒരുപക്ഷെ ലോക യുദ്ധത്തിൽ കേരളം നിന്ന് പൊരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ കേരളത്തിന് യുദ്ധത്തിൻ്റെതായ അനുഭവമുണ്ട്. ഞാൻ എൻ്റെ ഇരു എന്ന നോവലിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും തുടങ്ങി മലയാളി പങ്കെടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ മലയാളി അനുഭവിച്ചിട്ടുള്ള
യുദ്ധങ്ങളെക്കുറിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൊതുവിൽ പറയുന്നത് നമുക്ക് ഈ യുദ്ധപരിചയം ഇല്ലാത്ത ജനത എന്നാണല്ലോ. നിങ്ങൾക്കറിയാമായിരിക്കും, ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിയിലെ ഏറ്റവും വലിയ കാലത്തെ ഏറ്റവും വലിയ പടക്കപ്പലായ എംഡൻ എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ അറബിക്കടൽ വഴി സിംഗപ്പൂരിലേക്കുള്ള യാത്രാമധ്യേ അത് ഈ തിരുവനന്തപുരത്തിന്റെ തൊട്ടടുത്തുകൂടെ സഞ്ചരിച്ച ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അത് ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അതിന് ഇങ്ങനെ ഒരു യാത്രാപഥം ഉണ്ടെന്നോ അത് തിരുവനന്തപുരത്തിന് അടുത്തുകൂടി പാസ് ചെയ്യുമെന്നും മദ്രാസ് വഴി പിന്നെ അങ്ങ് ബംഗാൾ ഉൾക്കടൽ വഴി ഇന്തോനേഷ്യ അല്ലെങ്കിൽ സിംഗപ്പൂർ ആ ഭാഗത്തേക്ക് പോകുമെന്നും ഒരു വാർത്ത ഒരു മാസം മുന്നേ തന്നെ കേരളത്തിലുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അപ്പോൾ എംഡൻ ഇന്ന സ്ഥലത്തെത്തി അങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോഴും വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം ഓരോ ദിവസം. അപ്പോൾ അതിൻ്റെ ഭീതി പ്രത്യേകിച്ച് ഓരോ ദിവസം കഴിയുന്തോറും ഈ തിരുവനന്തപുരം നിവാസികൾക്ക്, മലയാളികൾക്ക് മൊത്തത്തിലും തിരുവനന്തപുരം നിവാസികൾക്ക് പ്രത്യേകിച്ചും അതിഭയങ്കരമായ ഭീതി ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ തിരുവനന്തപുരം നഗരത്തിലുള്ള ധനികരായ മനുഷ്യർ ഈ ഒരു ബോംബിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ ബങ്കറുകൾ ഉണ്ടാക്കി. ഇതെനിക്ക് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, ഞാനിങ്ങനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ നിങ്ങൾക്ക് അറിയാന്നുള്ള ആ പഴയൊരു വക്കീലുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിലുമൊക്കെ അത്തരം ഒരു ബങ്കർ ഉണ്ടാക്കിയതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബങ്കർ ഉണ്ടാക്കിയവരുടെ വീട്ടിൽ നിന്നല്ല എനിക്ക് ഈ അറിവ് കിട്ടിയത്. കഥ കിട്ടിയത് ഈ ബങ്കർ ഉണ്ടാക്കാൻ പോയ തൊഴിലാളികളുടെ വീട്ടിൽ നിന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഒരു കഥ ആ വീട്ടിനകത്ത് നിലനിൽപ്പുണ്ട്. അങ്ങനെ അവരുടെ രണ്ടാം തലമുറ മൂന്നാം തലമുറയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ബങ്കറുണ്ടായ കാര്യം അറിയുന്നത്. അതിനുശേഷം തിരുവനന്തപുരം വഴി ഈ കപ്പൽ പാസ് ചെയ്ത് പോയെന്നും ആ സമയത്ത് നമ്മുടെ ചെമ്പകരാമൻ പിള്ള ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ ചരിത്ര ഗവേഷകർ പറയുന്നുണ്ട്, ചരിത്രത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ കപ്പൽ തിരുവനന്തപുരം നഗരത്തെ ആക്രമിക്കാതെ മദ്രാസിലേക്ക് പോവുകയും മദ്രാസിൽ നിന്നിട്ട് മദ്രാസ് നഗരത്തിലേക്ക് ബോംബിംഗ് നടത്തുകയും 4-5 വലിയ കെട്ടിടങ്ങൾ തകരുകയും ചെയ്ത ഒരു അനുഭവം യുദ്ധാനുഭവമായിട്ടുണ്ട്. പക്ഷെ ഒരു യുദ്ധം നേരിട്ട് പങ്കെടുക്കുന്നതിൻ്റെ അത്രയും തന്നെ ഭീതി ആ ഒരു കാലഘട്ടത്തിൽ 2-3 മാസം തിരുവനന്തപുരത്തെ മലയാളികൾ, തിരുവനന്തപുരത്തെ സമൂഹം അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ ഭാഷ ഇത്തരം അനുഭവങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഷ ഉണ്ടായിരിക്കുന്നത്, നമ്മുടെ ഭാഷയിലെ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും വലിയ പണ്ഡിതന്മാർ അല്ലെങ്കിൽ പ്രൊഫസർമാർ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ല. അത് ഈ ചരിത്ര സന്ദർഭത്തിൽ പലതരം ചരിത്ര സന്ദർഭങ്ങളിൽ മനുഷ്യരും തമ്മിലും മനുഷ്യരും ചരിത്രവുമായിട്ടും പോരാടി, അല്ലെങ്കിൽ മനുഷ്യരും അവൻ്റെ എൻവയോൺമെന്റുമായിട്ട് പരിസ്ഥിതിയുമായിട്ടും സമൂഹമായിട്ടൊക്കെ പൊരുതി നിന്നാണ് ഓരോ വാക്കുകൾ ഉണ്ടാകുന്നത്. ഒരു വാക്ക് ചരിത്രാനുഭവമാണ്. അത് വെറുതെ നമ്മളെ മേൽപ്പാളിയിൽ ഇങ്ങനെ നിൽക്കുന്ന 4-5 അക്ഷരങ്ങളല്ല ഒരു വാക്ക്. അങ്ങനെയാണ് നമ്മുടെ ഭാഷയിലേക്ക് ഈ എംഡൻ എന്നുള്ള കപ്പൽ, നിങ്ങളൊരു പക്ഷേ ഹരീഷിന്റെ മീശ എന്നുള്ള നോവലിൽ ആ എംഡൻ എന്നുള്ള വാക്ക് ഇതേപോലെ കഥ ആയിട്ട് കടന്നു വരുന്നുണ്ട്. മറ്റു പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ ഒരു കൃതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എംഡൻ എന്നുള്ള വാക്ക് ഇങ്ങനെ ജർമ്മൻ കപ്പൽ വന്നതിൻ്റെ ഓർമ്മയിൽ നിന്നാണ് എംഡൻ എന്ന കപ്പലും അതുപോലെ അതിനുശേഷം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഗമണ്ടൻ, കെണ്ടൻ എന്നൊക്കെ പറഞ്ഞൊരു ഭീതി വരുത്തുന്ന ഒരു വാക്ക് മലയാളത്തിൽ വലിയ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കെണ്ടൻ, ഗംഡൻ എന്നൊക്കെ പറയുന്ന വാക്കുണ്ടായത്. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധത്തിലേക്ക് ചെന്ന് കിടക്കുന്ന ഒരു റൂട്ടാണ്. ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഭാഷയിലൊക്കെ യുദ്ധം ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ നേരിട്ട് പോയി യുദ്ധം നമ്മൾ ശ്രീലങ്കയായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും രാജ്യവുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കുവയ്ക്കാത്തത് കൊണ്ട് നേരിട്ടുള്ള യുദ്ധങ്ങളിൽ നമ്മൾ പങ്കാളിയല്ലെങ്കിലും നമ്മളിങ്ങനെ യുദ്ധത്തിൻ്റെ അനുഭവങ്ങളുള്ള ഒരു ജനതയാണ്. അതുപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധത്തിലും കേരളത്തിൽ നിന്ന് ധാരാളം പേർ പങ്കെടുത്തിട്ടുണ്ട്. അവരൊന്നും ചരിത്രത്തിൽ ഇല്ലാതെ പോയൊരു മനുഷ്യരാണ്. 2-ാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 1-1.5 ലക്ഷത്തോളം ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷെ ഇന്ത്യ നേരിട്ട് 2-ാം ലോക മഹായുദ്ധത്തിൽ പങ്കാളിയല്ല. പക്ഷെ ബ്രിട്ടീഷ് സൈന്യത്തിൽ പങ്കെടുത്തിട്ട് ആഫ്രിക്കയിലും യൂറോപ്പിലും അതുപോലെ ചൈന, ഹോങ്കോങ് തുടങ്ങി ബർമ്മ തുടങ്ങി ലോകത്തിന്റെ പല യുദ്ധ രംഗങ്ങളിലും ഇന്ത്യൻ സേന, ബ്രിട്ടീഷ് സേന എന്നുള്ള പേരിൽ പങ്കെടുക്കുകയും മരിക്കുകയും ചരിത്രത്തിൽ ഒരു രേഖയും ഇല്ലാതെ അവിടെ
നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലൊക്കെ രക്തസാക്ഷി മണ്ഡപങ്ങൾ, ഇങ്ങനെ ചില മണ്ഡപങ്ങൾ മാത്രമായി പേരില്ലാത്ത ഒരു വലിയ ഒരു പട്ടാളക്കാരുടെ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ ഒരു സമൂഹം, മാർട്ടേഴ്സിന്റെ ഒരു വലിയ എണ്ണൽ സംഖ്യ നമുക്കുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും, ഉദാഹരണത്തിന് ഇപ്പം ബ്രിട്ടന്റെ അധിനിവേശ കോളനികളായിരുന്ന കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പട്ടാളക്കാർ ബ്രിട്ടീഷ് സേനയ്ക്ക് വേണ്ടി ചൈനയിൽ, ഹോങ്കോങ്, ഈ പറഞ്ഞ ലോകത്ത് എല്ലായിടത്തും പൊരുതിയിട്ടുണ്ട്. അവരും ഇന്ത്യൻ കൂലിപ്പട്ടാളവും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ചരിത്രമുണ്ട്, നമുക്ക് ചരിത്രമില്ല എന്നുള്ളതാണ്. അവർ ചെയ്തെന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കനേഡിയൻ റൈഫിൾസിൽ നിന്നൊക്കെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരൊക്കെ ലിറ്ററേറ്റ്, എഴുതാനും വായിക്കാനും അറിയാവുന്നവരായിരുന്നു. അവർ വീടുകളിലേക്ക് അയച്ച കത്തുകൾ, അവരെഴുതി വെച്ച കുറിപ്പുകളുടെ ഡയറികൾ, അവർ സ്നേഹിതന്മാർക്ക് അയച്ച കത്തുകൾ, കാമുകിമാർക്ക് അയച്ചത്, ഭാര്യമാർക്ക് അയച്ചത്, ഇങ്ങനെ ഈ കത്തുകൾ ഇതെല്ലാം രേഖകളാണ്. ടെലഗ്രാംസ് ഒക്കെ രേഖകളാണ്. പക്ഷെ ഇവിടെ അർത്ഥപട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരുമായ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഈ പട്ടാളത്തിൽ പോയത് അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി പോയ ഏകദേശം അടിമപ്പണിക്കാരുടെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന കൂലിപ്പട്ടാളക്കാരായിരുന്നു, കൂടുതലും ഇല്ലിറ്ററേറ്റ് ആയ ആൾ. അതുകൊണ്ട് തന്നെ അവരുടെ ത്യാഗം, അവരുടെ ദുരന്തങ്ങളൊന്നും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചരിത്രത്തിലില്ല. ഇതൊന്നും അറിയാതെ നമ്മൾ യുദ്ധാനുഭവം ഇല്ലാത്തവരാണ് മലയാളികൾ എന്ന് പറയുന്നത്. ഏകദേശം 2000-ഓളം പേർ തിരുവിതാംകൂറിലെ നായർ ബ്രിഗേഡിൽ നിന്ന് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത 2000-ഓളം അവസാനത്തെ റെജിമെന്റിൽ അവരും ഉണ്ടായിരുന്നു. 2000-ഓളം പേർ. അതിലൊരുപാട് പേർ ഈ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും പോയി യുദ്ധം ചെയ്ത് മരിച്ചിട്ടുണ്ട്. യുദ്ധം ഒരു സ്പെക്ടാക്കുലറായ ഒരു കാഴ്ചയായിട്ട് കൂടി മാറുന്നത് നമ്മൾ ഈ വിഷ്വൽ മീഡിയ വളരെ വ്യാപകമായി, TV വ്യാപകമായതിനു ശേഷമാണ് നമുക്കൊരു ഒരു വലിയ കാഴ്ച ആയിട്ട് കൂടെ മാറുന്നത്. എന്നാൽ പണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ രാജഭരണകാലത്തൊക്കെ യുദ്ധം നടക്കുമ്പോൾ ആൾക്കാർ യുദ്ധം കാണാൻ പോകും. അത് രണ്ട് സൈന്യങ്ങൾ വന്ന് മുഖാമുഖം ഏറ്റുമുട്ടുന്ന തരത്തിൽ ഫേസ് ടു ഫേസ് നടക്കുന്നൊരു യുദ്ധമാണ്. അതിന് പകൽ മാത്രം നടക്കുന്ന യുദ്ധം, രാത്രി അവർ സൈലന്റ് ആയിരിക്കും, കിടന്നുറങ്ങും, രാവിലെ കഴിച്ചു വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു. അന്ന് യുദ്ധം കാണാൻ ആൾക്കാർ പോകും. കാരണം സാധാരണക്കാരെ അത് ബാധിക്കില്ല, സൈന്യങ്ങൾ തമ്മിൽ മാത്രമാണ് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ വിട്ടിട്ട് സ്കൂളിൽ, ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ സ്കൂളിൽ, ഹോസ്പിറ്റലുകളിൽ, ഗർഭിണികളിൽ, നവജാത ശിശുക്കളുടെ മേലൊക്കെയാണ് ഇന്ന് ഈ ഏകാധിപതികൾ യുദ്ധം പരീക്ഷിക്കുന്നത്. അങ്ങനെ യുദ്ധം തന്നെ വേർഡ് എസ്കലേറ്റ് ചെയ്ത് പോയി. ഇങ്ങനെ യുദ്ധം നടന്ന പ്രദേശങ്ങളെ, അതിനെ നമുക്ക് വളരെ വിചിത്രമെന്ന് തോന്നാം. അതിന് ഇംഗ്ലീഷിൽ എക്സിബിഷൻ എന്നാണ് അതിന് പറയുന്നത്. അതിനൊരു ഉപയോഗിക്കുന്ന വേർഡ് എക്സിബിഷൻ എന്നാണ്, പ്രദർശനം. യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഇന്ന തിയേറ്റർ എന്നൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം സൗത്ത് ഏഷ്യൻ, സൗത്ത് പസഫിക് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു യുദ്ധരംഗത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആ ഒരു സെഷനെ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതൊരു സ്പെക്ടാക്കുലറായ ഒരു നാടകം പോലെ, ഒരു എക്സിബിഷൻ നടക്കുന്ന ഒരു സ്ഥലം പോലെയാണ് മനുഷ്യൻ യുദ്ധത്തെയും കാണുന്നത്. ഇത് കാലാകാലങ്ങളായി ഇങ്ങനെ മനുഷ്യൻ യുദ്ധത്തെ ഇങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടേയിരിക്കും. മലയാളത്തിൽ നോക്കിയാൽ നമ്മുടെ പ്രധാനപ്പെട്ട ചില സാഹിത്യകൃതികൾ രണ്ടാം ലോക മഹായുദ്ധം ഉൾപ്പെടെയുള്ള പല യുദ്ധങ്ങളെയും ആവിഷ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തൊട്ടുപോയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ ഒരു ദേശത്തിന്റെ കഥയിൽ ലോകയുദ്ധം കഴിഞ്ഞു വരുന്ന ഒരു പട്ടാളക്കാരൻ, അയാൾ ആദ്യം ഈ ട്രങ്ക് പെട്ടിയുമായി വരുന്നു, ബർമയിൽ നിന്നോ മറ്റോ വരുന്നത്, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം ഇത് ഒരു വലിയൊരു പദവിയിൽ അവിടേക്ക് നടക്കുന്നു, പിന്നീട് ഓരോന്നായിട്ട് വിറ്റ് തുടങ്ങുന്നു, അവസാനം അദ്ദേഹത്തിന്റെ ഈ ട്രങ്ക് പെട്ടി കൂടെ വിൽക്കുന്ന ഒരു അവസ്ഥ വന്ന് ഒരു തരം കഥാപാത്രമായി അദ്ദേഹം മാറും. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധവും ജപ്പാനിൽ നടക്കുന്ന ഹിരോഷിമ നാഗസാക്കി ബോംബിങ്ങും വരുന്നത്, ആദ്യമായി ആറ്റം ബോംബ് ഇടുന്നതിനെ കുറിച്ച് പരാമർശം വരുന്നത് സുന്ദരികളും സുന്ദരന്മാരിൽ വരുന്നുണ്ട്. നിങ്ങൾ വായിച്ച ഓർമ്മയുള്ളവർക്കറിയാം, അതിനകത്ത് ആ രംഗം വരുന്നുണ്ട്. ഒരു പരാമർശം മാത്രം, വളരെ ജസ്റ്റ് സൂചന മാത്രം സംഭവിച്ചു പോകുന്നുണ്ട്. എന്നാൽ യുദ്ധത്തെ അതിൻ്റെ വേറൊരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നത് കയറിലാണ്, തകഴിയുടെ കയറിൽ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ കുട്ടനാടിലെ പള്ളിയിൽ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. കുട്ടനാട് നമുക്കറിയാം, ഈ നെൽകൃഷി, നെല്ല് കച്ചവടം ചെയ്യാത്തക്ക നെല്ലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പള്ളിയിൽ ഞായറാഴ്ച പ്രാർത്ഥന നടക്കുകയാണ്. അതിങ്ങനെയാണ്, ദൈവമേ യുദ്ധം നീണ്ടുപോണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. കാര്യം എന്താണ്? യുദ്ധം നീണ്ടുപോയാൽ കുട്ടനാടിലെ കർഷകന് നല്ലതാണ്, നമുക്ക് നെല്ലിന് വില കിട്ടും. കാരണം നെല്ല് ക്ഷാമം വരും, അപ്പോൾ ഇവിടെ നിന്നത്തേക്ക് ധാരാളം വില കൊടുത്ത് ആൾക്കാർ വാങ്ങാനുള്ള ഇടവരും. യുദ്ധം നീണ്ടുപോണേ, ഇങ്ങനൊരു ഓപ്പോസിറ്റ് കാഴ്ച കൂടി യുദ്ധമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ
പ്രധാനമായ ഒരു എക്കണോമിക് റിസോഴ്സസിൻ്റെ കൈയടക്കത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. ബാക്കിയെല്ലാം പുറത്തു പറയുന്നതെല്ലാം വെറുതെ പറയുന്നതാണ്. അതെല്ലാം ആരെയോ പറ്റിക്കാൻ വേണ്ടി ഈ വലിയ ഭരണാധികാരികൾ പടച്ചുവിടുന്ന സംഗതികളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ മലയാളികൾ അനുഭവിച്ച ഒരു ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത്, നമ്മുടെ പ്രായക്കാരൊക്കെ അനുഭവിച്ചത്, ആദ്യമായി ഒരു യുദ്ധം ഒരുപക്ഷെ നേരിട്ട് കാണുന്നത്, ടി വിയിൽ കാണുന്നത് ഇറാഖിലെ യുദ്ധമാണ്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ യുദ്ധം കണ്ട തലമുറയും അതിൻ്റെ അടുത്ത തലമുറയൊക്കെ വന്നു കഴിഞ്ഞിട്ടും അത് നമ്മുടെ സാഹിത്യത്തിലേക്ക് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നോവലായോ കഥയായിട്ടോ വന്നിട്ടില്ല എന്നാണ് ഞാൻ എൻ്റെ ചെറിയ അറിവിൽ മനസ്സിലാക്കുന്നത്. ഞാനിന്ന് യഥാർത്ഥത്തിൽ ഇവിടെ സംസാരിക്കേണ്ടിരുന്നത് സാഹിത്യത്തെക്കുറിച്ചോ വായനയെക്കുറിച്ചോ ആയിരുന്നു. അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ ഒരു വേദിയാണിത്. ചില്ല എന്നുള്ള പേര് തന്നെ വളരെ മനോഹരമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ചില്ല എന്നുള്ള പേര് കേൾക്കുമ്പോൾ കുറെ കൂടി തനി മലയാളത്തിലുള്ള ആ വാക്കാണല്ലോ ചില്ല. കുട്ടിക്കാലത്ത് ഈ തറയിൽ പടർന്നു കിടക്കുന്ന ഒരു പറങ്കി മാവിൻ്റെ ചില്ലയിൽ കയറിയിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആടി കളിക്കുന്ന ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. അത്തരം ഒരു ചില്ല. ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ ചിന്തിച്ചാൽ ഈ കൂടിയിരിക്കുന്നവരെല്ലാം കൂടി ലോകത്തിന്റെ പല ഭാഗത്തിരുന്നിട്ട് ആ ചില്ലയിലിരുന്ന് ആടുന്ന ഒരു ഫീല് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇനി നോക്കും, നമ്മൾ വായന ആണ് ഇവിടെ സംഭവിക്കുന്നത്. ചില കൃതികളുടെ വായന നിങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് വായനയെക്കുറിച്ച് ഞാൻ ഏറ്റവും അവസാനം ഞാൻ വായിച്ചൊരു പുസ്തകം നിന്ദിതരും പീഡിതരുമായിരുന്നു, ദസ്തയേവ്സ്കിയുടെ. അത് വായിക്കാൻ കാരണം, ഞാനത് രണ്ടാമതാണ് വായിക്കുന്നത്. ഞാനത് ആദ്യം വായിച്ചത് 10, 25, 30 വർഷം മുമ്പാണ്. 20 വയസ്സുകളിലാണ് ഞാനത് വായിക്കുന്നത്, 18, 20 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം ഈ പ്രായത്തിൽ 10, 30 വർഷങ്ങൾക്ക് ശേഷം അത് വായിക്കാൻ ഞാൻ എൻ്റെ ലൈബ്രറി പോയപ്പോൾ ഈ പഴയ പുസ്തകങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിൽ നിന്ന് ചികഞ്ഞെടുത്ത് നോക്കിയപ്പോൾ ഞാൻ പണ്ട് വായിച്ച അതേ പുസ്തകം അവിടെ ഇരിക്കുന്നു. എനിക്കൊരു കൗതുകം തോന്നി. അത് വീണ്ടും എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു. അതിന് വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇതിലേറെ കാര്യങ്ങൾ മറന്നുപോയിരിക്കുന്നു. പക്ഷെ വായിച്ചു വന്നപ്പോൾ ഞാൻ പണ്ട് ഈ നോവൽ ആദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട് കിടന്ന ഒരു ഭൂപ്രകൃതിയും മനുഷ്യരൂപങ്ങളും ആ പ്രദേശങ്ങളും ഒക്കെ താനെ എൻ്റെ മനസ്സിലുണ്ടിൽ നിന്ന് ഉണർന്നു വരുന്നത് കണ്ടു. കാരണം ഇതൊരു ചലച്ചിത്രം പോലെയാണ് എൻ്റെ മനസ്സ് അതിനെ സ്വാംശീകരിച്ച് വെച്ചിരുന്നത്. രണ്ടാമതൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് വായിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കൃതിയാണ് ഈ 30 വർഷങ്ങൾക്ക് ഇപ്പുറം ഇരുന്ന് അതേ പുസ്തകം, അതേ പ്രിന്റ്, 1957 ഇറങ്ങിയ ഒന്നാമത്തെ പതിപ്പിലുള്ള ആ പുസ്തകം 30 വർഷങ്ങൾക്ക് മുമ്പ് അതേ പുസ്തകം ഞാൻ അടുത്ത് വായിക്കുന്നു. പക്ഷെ വായിക്കുന്നത് മറ്റൊരു കൃതിയാണ്. ഒരുപക്ഷെ വലിയ ക്ലാസിക് കൃതികൾക്ക്, മഹത്തായ കൃതികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ വളരുന്നതനുസരിച്ച് 20 വയസ്സിലുള്ള ഞാനല്ല ഇന്നിരിക്കുന്ന ഞാൻ കുറെ കൂടി അനുഭവങ്ങൾ ആർജിച്ച, കുറെ കൂടി വായനയിലൂടെ വളർന്ന, കുറെ കൂടി മനുഷ്യരെ കുറച്ചുകൂടി മനസ്സിലാക്കിയ ആളാണ് ഞാൻ. 20 വയസ്സിലെ 18 വയസ്സിലെ യുവാവല്ല, ഒരു കൗമാരക്ക് കടന്ന ഒരു ചെറുപ്പക്കാരനല്ല. ഞാൻ കുറെ കൂടി മെച്യൂരിറ്റി വന്ന ഒരു പിതാവാണ്, ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ഞാൻ ഈ 18, 19, 20 വയസ്സിൽ അത് വായിക്കുമ്പോൾ ഈ നോവലിനകത്ത് ഒരു 4 പേർ തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു കെട്ടുപാടഞ്ഞ ഒരു പ്രണയം അതിനകത്തുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള ഒരു പ്രണയം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാഴ്ച. ആ നോവലിനെ ഞാൻ സമീപിക്കുന്നത് അതിലെ വാനിയ എന്നു പേരുള്ള കഥാപാത്രമായിട്ടാണ് ഞാൻ അതിനകത്ത് നോവലിൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു നോവലോ സിനിമയോ കാണുമ്പോൾ നിങ്ങൾ അതിലൊരു കഥാപാത്രമായിട്ട് കൂടി കടന്നു നിൽക്കുകയാണ് ചെയ്യുന്നത് മിക്കപ്പോഴും. അങ്ങനെ വാനിയായിട്ട് നിന്ന ഞാൻ 30 വർഷങ്ങൾക്ക് ശേഷം ഈ നോവൽ വീണ്ടും വായിക്കുമ്പോൾ ഞാനൊരു 14കാരി പെൺകുട്ടിയുടെ അച്ഛനായിട്ട് നിന്ന് വായിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ ആ നോവലിൻ്റെ മറ്റൊരു കോണിൽ കൂടി കടന്നു പോകുമ്പോഴാണ് അതിലെ നെല്ലി എന്നു പേരുള്ള പെൺകുട്ടിയുടെ, അവളുടെ ദുരന്തങ്ങളുടെ, അവൾ അനുഭവിക്കുന്ന നിന്ദയുടെ സമാനതകളില്ലാത്ത ദുരന്തം ഞാൻ കാണുന്നത്. ഒരച്ഛനായിട്ട് നിന്ന് ആ നോവലിനെ വായിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഖസാക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃതി വായിക്കുമ്പോൾ നിങ്ങൾ 18 വയസ്സിലോ 20 വയസ്സിലോ വായിച്ച് മനസ്സിലാവാത്ത കാര്യം ചിലത് പ്രായം കൊണ്ടും കാലം കൊണ്ടും മാത്രം മനസ്സിലാക്കുന്ന സംഗതികളുണ്ട്. അങ്ങനെ ഒന്ന് ഖസാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി, നമ്മൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു വരി ഉണ്ടല്ലോ, അനിയത്തി നീ എന്നെ മറന്നോ എന്ന് പറഞ്ഞിട്ട് അവസാനം അതിൻ്റെ സെഷൻ അവസാനിക്കുന്നത് സ്നേഹരഹിതമായ കഥയാണ്,
മറക്കും. ഇത് കർമ്മ പരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വരിയാണ് ഖസാക്കിലെ ആ ഒരു ഭാഗം. അത് നമ്മൾ 18 വയസ്സിൽ വായിച്ചാലും 20 വയസ്സ് വായിച്ചാലും നമുക്ക് മനസ്സിലാവും, പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാനാകുന്നതിൻ്റെ അപ്പുറമാണ് അതിൻ്റെ അർത്ഥം. കാര്യം നമ്മൾ 18 വയസ്സിൽ വിചാരിക്കുന്നത് നമ്മളോടൊപ്പം ഇന്നുള്ള മനുഷ്യരെല്ലാം ജീവിതാന്ത്യം വരെ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നാണ്. 18 വയസ്സിൽ നമ്മൾ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി നമ്മളോടൊപ്പം മരിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മുടെ ആത്മസുഹൃത്ത് നമ്മളോടൊപ്പം കാലാകാലം ഉണ്ടാകുമെന്നും അവനോടൊപ്പം ആയിരിക്കും നമ്മളെല്ലാ യാത്ര ചെയ്യുന്നതെന്നും നമ്മളെല്ലാ സങ്കല്പങ്ങളും പങ്കുവെക്കുന്നതും എന്ന് നമ്മൾ അന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാലും 45 വയസ്സോ 50 വയസ്സോ 60 വയസ്സിലിരുന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരു നിമിഷം കണ്ണടച്ചിരുന്നിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ ഈ കണ്ടതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അകൽച്ചയും ദുഃഖവും മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും. കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ആ നോവലിനെ പഠിച്ചിരിക്കുകയാണ്. ആ ഒറ്റ വരി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മകഥ എഴുതാൻ പറ്റും. അത് മനസ്സിലാവണമെങ്കിൽ കാലം കൊണ്ട് നമ്മൾ തന്നെ വളരണം. നമ്മൾ തന്നെ വളരുമ്പോൾ ക്ലാസിക് കൃതികളും നമുക്കൊപ്പം വളർന്നിരിക്കും. നമ്മൾ എവിടെ വെച്ചാണോ നമ്മുടെ വളർച്ച മുരടിക്കുന്നത് അതുവരെ ആ കൃതിയും വളരും. ആ കൃതിക്കും നമ്മളോട് വളർച്ചയോടൊപ്പം അല്ലെങ്കിൽ ആ ലെവൽ വരെ വളർച്ചയുണ്ടാവും. നമ്മളെക്കാൾ വളർന്ന ഒരാൾ, നമ്മളെക്കാൾ വികാസം പ്രാപിച്ച ഒരാൾ അതിനെ കുറെ കൂടി വലിയ ആഴത്തിൽ ഉൾക്കൊള്ളും. ഇങ്ങനെയാണ് വായനയുടെ ഒരു തത്വം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മറ്റൊരു സംഗതി കൂടി, ഞാൻ ഈ കൃതി റീഡ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഞാൻ വായിക്കുമ്പോൾ ഉണ്ടായ തെരുവും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ആ തെരുവും ആ കുടിലുകളും ഫ്ലാറ്റും ഒക്കെ തെളിഞ്ഞു വന്നത് ഈ 30 വർഷങ്ങൾക്കുള്ളിൽ അപ്പുറവും എൻ്റെ മനസ്സിൽ അതിങ്ങനെ രേഖപ്പെട്ട് കിടന്നത് വീണ്ടും ഉണർന്നു വന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത് എഴുത്തുകാരും വായനക്കാരും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. കാര്യം ഭാഷയല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. മനുഷ്യന്റെ ആദിമമായ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളാണ്. മനുഷ്യൻ ആദ്യമായി രേഖപ്പെടുത്താൻ ശ്രമിച്ചത് ചിത്രങ്ങളാണ്. നമ്മൾ ആശയങ്ങളെ രേഖപ്പെടുത്തിയതും ചുവരിൽ എഴുതി വെച്ചതും ചിത്രങ്ങളാണ്, അക്ഷരങ്ങളല്ല. അക്ഷരങ്ങൾ എന്നുള്ള ഉപാധികൾ പിന്നീട് നമുക്കുണ്ടായി വന്നതാണ്. നമ്മളൊരു ആശയത്തെ കൺസീവ് ചെയ്യുമ്പോൾ, ഒരു കഥയെ കൺസീവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാഷയല്ല ആദ്യം ഉണ്ടാവുന്നത്, ഒരു ചിത്രമാണ്, ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ചലച്ചിത്രം ഉണ്ടാകും. അപ്പോൾ ആദ്യം കണ്ട ചിത്രത്തെ അയാൾ മറ്റൊന്നായി ഒരു ഭാഷയിലേക്ക് രേഖപ്പെടുത്തി നിങ്ങളോട് വിശദീകരിക്കുന്നു. പക്ഷെ എത്ര വിശദീകരിച്ചാലും അയാളുടെ ചിത്രം അയാൾക്ക് തന്നെ വിശദീകരിച്ചെടുക്കാനാവത്തില്ല. ആ ഭാഷയും ചിത്രമായിട്ടുള്ള പരിമിതി അങ്ങനെയാണ്, വ്യത്യാസം. ഇനി നിങ്ങൾ നോക്കൂ, എഴുത്തുകാരൻ എഴുതി ഉപേക്ഷിച്ചു പോയി, നിങ്ങളത് വായിക്കാൻ എടുക്കുന്നു. വായനക്കാരി എന്ന് വായിക്കാൻ എടുക്കുമ്പോൾ അയാൾ ഈ ഭാഷയിലൂടെയാണ് എഴുത്തുകാരനിലേക്ക് സമീപിക്കുന്നത്. എന്നാൽ അയാൾ വായിക്കുന്നത് വാക്കുകളാണെങ്കിലും അയാൾ മനസ്സിൽ രൂപപ്പെടുത്തുന്നത് ചിത്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി, ഒരു ഐറണി എന്താണെന്ന് വെച്ചാൽ, എഴുത്തുകാരൻ ആദ്യം ഒരു ചലച്ചിത്രം ഉണ്ടാക്കുന്നു, ഭാഷയിലേക്ക് മാറ്റുന്നു. ഈ ഭാഷയെ വായനക്കാർ മറ്റൊരു ചലച്ചിത്രമായി, ചിത്രമായി, ഒരു ചുവർ ചിത്രമായൊക്കെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, എഴുത്തുകാരൻ വരച്ച ചിത്രവും വായനക്കാർ വരച്ച ചിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വായന, എഴുത്ത് ഈ സംഗതിക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് മാത്രം കഴിയുന്ന ഒരു സംഗതിയാണ്. മറ്റ് ചലച്ചിത്രത്തിന് ഇങ്ങനെ പറ്റില്ല. കാരണം ചലച്ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരികയും നിങ്ങൾക്ക് കാണുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ സാഹിത്യം ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ അതിനെ സ്വയം കാണുന്നു. അവിടെ ഭാവന കൊണ്ട് എഴുത്തുകാരൻ്റെ സംഗതികളെ, അയാളുടെ കാഴ്ചയെ വായനക്കാർ പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും 124 എന്ന കൃതി കൂടെ ഇവിടെ ചർച്ച ചെയ്യാനെടുത്തതിൽ സന്തോഷമുണ്ട്. അത് നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്ത്യയിലെ സെഡിഷൻ ലോ, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സെഡിഷൻ ലോ ആണ്. രാജ്യദ്രോഹ കുറ്റത്തിനുള്ള നിയമമായിരുന്നു 124. അതിൽ ഗാന്ധിജി ഉൾപ്പെടെ ലോകത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആ നിയമപ്രകാരം ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ നമ്മുടെ ഇപ്പം പുതിയ ന്യായ സംഹിത വരുന്നതിന് തൊട്ട് മുമ്പ് സുപ്രീം കോടതി 124 എന്ന് പറയുന്ന വകുപ്പിനെ നിർത്തി. അതിനുശേഷം ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ വേറൊരു രൂപത്തിൽ, വേറൊരു പേരിൽ
ഈ നിയമം എപ്പോഴും നിലവിലുണ്ട്. അങ്ങനെ ഇന്ത്യക്കാരുടെ ശിരസിൽ കഴിഞ്ഞ 110-170 വർഷമായി 1860-കൾ മുതൽ കഴിഞ്ഞ ദശകത്തിന്റെ അവസാനം വരെ ഇന്ത്യക്കാരുടെ ശിരസിൽ ഒരു വാള് പോലെ തൂങ്ങി നിന്ന നിയമമാണ്. ഇതിന് ഏറ്റവും അവസാനം നിങ്ങൾക്കറിയാം, കനയ്യകുമാർ, ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ചാർജ് ചെയ്യപ്പെട്ട ഒരു നിയമമാണ്. ഇതിൽ ശിക്ഷയൊക്കെ വളരെ കുറവാണ്, പക്ഷേ ഇത് ഒരു നോൺ വെയിലബിൾ ആയിട്ടുള്ളൊരു കേസാണ്. അങ്ങനെ ആ ഒരു നിയമം ബേസ് ചെയ്തിട്ടാണ് ഇത് ലോകത്തെ എല്ലാ ഭരണകൂടങ്ങളും അവരുടെ ജനതയെ, സ്വന്തം ജനതയെ അമർത്തി നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. മതനിന്ദ പോലെയാണ് ഒരു സംഗതിയാണ് രാജ്യനിന്ദ എന്നുള്ളത്, രാജ്യദ്രോഹം എന്നുള്ളത്. ഇത് ഭരണകർത്താക്കളുടെ ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി സൗകര്യമുള്ള നിയമമായതുകൊണ്ട് ഈ നിയമത്തിന്റെ തന്നെ ഇരയായിരുന്ന നെഹ്റു പിന്നീട് പ്രധാനമന്ത്രി ആയിട്ട് പോലും അദ്ദേഹം ഈ നിയമം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദീർഘമായ ചരിത്രമുള്ള ഒരു നിയമമാണ് 124 എന്ന് പറയുന്ന ആ നിയമം. അത് ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് അതിലേക്ക് കടന്നു പോകുന്നതെന്നൊക്കെയാണ് നോവൽ പറയുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെ വിളിച്ചതിലും ഈ ചില്ലയിൽ വന്നിരിക്കാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം പറയുന്നു.